ഇന്ന് വേറെ സ്പ്രേ ആട്ടോ. ഇതും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ സ്പ്രേ ആണ്. എനിക്കൊരു അമ്മൂസ് ഉണ്ട്, അമ്മൂസ് ഗിഫ്റ്റ്. ഇതൊക്കെ എന്ന് വെച്ചാൽ കാന്തത്തിൻ്റെ ഒരു സംഭവം കണ്ട കേട്ടോ. ഇത് കുറച്ചൊന്ന് എന്താ പറയുക വിലയുള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നലെ ട്രയലിട്ട് ഒരു വഴിയായ ഷോപ്പിംഗ് ഇന്ന് ആരംഭിക്കാമെന്ന് കരുതി. അപ്പം ഞാൻ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചത്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ യൂസ് ചെയ്യാത്ത 2 ഡ്രസ്സുകളുണ്ട്. പക്ഷെ എൻ്റെ സിസ്റ്ററൊക്കെ നിർബന്ധിക്കുക. അപ്പോൾ അവൾ ഇന്ന് വിളിച്ച് ചോദിച്ചു, നീ പോയില്ലേ, ഒന്ന് പോയി നോക്ക് എന്നൊക്കെ പറഞ്ഞ് അവളുടെ മോട്ടിവേഷൻ ഉള്ളത് കൊണ്ട് മാത്രം കേട്ടോ ഞാൻ പോകുന്നത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നും കൂടി ലാസ്റ്റ് ട്രൈ എന്നുള്ള രീതിയിൽ ഇന്നോട് പോകും. അവൾ പറഞ്ഞു കോഴിക്കോട് പോകരുത്. കോഴിക്കോടൊക്കെ ഞാൻ പോയി എന്നെ കൊണ്ടാവില്ല. ഇപ്പം തന്നെ 5 മണി 6 മണിയൊന്നും ഉണ്ടായി. അതെങ്ങനെ കോഴിക്കോട് ബ്ലോക്കെല്ലാം കൂടി കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴേക്ക് 6 മണി അല്ല 7 മണി 7:30 ആവും. പിന്നെ നമുക്കൊരു ഡ്രസ്സ് ട്രയലിട്ട് നോക്കാൻ പോലും സമയം ഉണ്ടാവില്ല. അപ്പോൾ കൊയിലാണ്ടി തന്നെ വേറെ 2 ഷോപ്പാണ് ഇന്ന് ഉന്നം വെച്ചിട്ട് ഇറങ്ങുന്നത്. എത്ര എണ്ണം ട്രയലിട്ട് നോക്കണം എന്നുള്ള അറിയില്ല. അപ്പോൾ ഇന്നലത്തെക്കാട്ടിലും കുറച്ചും കൂടി ഒന്ന് ഞാൻ എന്താ പറയുക സ്വയം സേഫ്റ്റി എന്നൊക്കെ പറയാം, കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടത്. കാരണം ട്രയലിട്ട് നോക്കാൻ നമുക്ക് സുഖമാണ്. ഇന്നലെ ഹീൽസ് ഇട്ട് ഒരു ഗുമ്മിന് വേണ്ടിയിട്ട് ഹീൽസ് ഇട്ടതായിരുന്നു. കുറേ സമയം നിന്നപ്പോഴേക്ക് കാലിൻ്റെ മടമ്പ് ഭയങ്കര വേദന. അപ്പോൾ ഹീൽസ് ഒഴിവാക്കി എനിക്ക് ഫ്ലാറ്റായിട്ടുള്ള ചെരുപ്പ് എന്ന് പറയാനില്ല കേട്ടോ. വീടിൻ്റെ പരിസരത്തോടെ ഇരുന്നൊരു പഴയ ചെരുപ്പുണ്ട്, അതിട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ഷോപ്പുകാർ പൊതുവേ എന്ന് വെച്ചാൽ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സംഭവമാണ്, നമ്മളെ എങ്ങനെയാണോ നമ്മുടെ ഡ്രസ്സിങ് രീതി വെച്ചിട്ട് നമ്മളെ അവർ താരതമ്യം ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാൻ നമ്മൾ നല്ല കെട്ടിപ്പിലൊക്കെ വേണം പോകാൻ. പക്ഷേ ട്രയലിട്ട് നോക്കണമെങ്കിലും അതാവും. പിന്നെ മുടി ഒന്നൊരു ബൺ വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇന്നലെ അതൊക്കെ ഞാൻ സേഫായി കിടക്കുകയാണ്. അപ്പം അങ്ങനെയാണ്. അപ്പം നേരെ ഷോപ്പിങ്ങിലേക്ക് പോവുകയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ വൈകിട്ടോ. ചേട്ടാ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കല്യാണം ഉണ്ട്. എൻ്റെ പൊന്നാര മോന്നാ. അപ്പോൾ എല്ലാവരും ഞങ്ങളോട് പോയില്ലേ എന്ന് ചോദിക്കുന്നത്. സംഭവം എൻ്റെ വീട്ടിൽ വിളിച്ചിട്ടുണ്ടാവും കേട്ടോ. എനിക്ക് ഈ ഏരിയയിലൊന്നും വലിയ പരിചയമില്ല. പരിചയം ഉണ്ടോയെന്ന് വെച്ചാൽ എല്ലാവരോടും ഹൈ ബൈ ബന്ധാണ്. പക്ഷെ ആരുടെയും വീട്ടിൽ പോയിട്ട് അങ്ങനെയൊന്നും ഈ നാട്ടിൻപുറത്ത് ആൾക്കാരുടെ ഒന്നും മാതിരി എനിക്ക് വലിയ ശീലമല്ല. പക്ഷെ ഇപ്പം അത് ആളാരാണെന്ന് എപ്പോഴാണ് അറിയുന്നതെന്നറിയോ? കുറച്ച് മുമ്പ് ഞാൻ നിങ്ങളൊക്കെ പറയുന്ന ഒരു ആത്മഹത്യാശ്രമം ഉണ്ടല്ലോ, നാടകം, ആത്മഹത്യാശ്രമം എന്നല്ല, ആത്മഹത്യ നാടകം. അപ്പോൾ അതിനെ സംബന്ധിച്ച് കുറച്ച് ആൾക്കാരുടെ പേരിൽ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം എന്നൊരു ഒരു ഇതിൽ ഒപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ വന്നേനു. അപ്പം എന്നോട് ചോദിച്ചു കല്യാണത്തിന് പോയില്ലേന്ന് ചോദിച്ചു. ഞാനില്ല എന്ന് പറഞ്ഞേ. എവിടെയാ കല്യാണം എന്ന് ചോദിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ആ കുട്ടി കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലല്ല കേട്ടോ, കോൺസ്റ്റബിളാണ്. എപ്പോഴും എൻ്റെ വീട്ടിൽ വന്ന് ഇപ്പം സൈബർ സെല്ലിൻ്റെ 1-2 ഇഷ്യൂസ് ഉണ്ടായിട്ട് കുട്ടിയാണ് വീട്ടിൽ വന്നിട്ട് മൊഴിയൊക്കെ എടുത്തത്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് എൻ്റെ വീട്ടിൽ വിളിച്ചിട്ടുണ്ടാവും, എനിക്ക് ഓർമ്മയില്ല കേസ്. ഏതായാലും ഞങ്ങളിങ്ങനെ ഇറങ്ങിപ്പോയി. ഞങ്ങൾ പോകുന്നില്ല, പോകണോ വണ്ടിയോ എന്നിട്ട് തീരുമാനിച്ചിട്ടില്ല കേട്ടോ. നിറച്ചും പോലീസ് വണ്ടിയാണ് ഞങ്ങളുടെ ഏരിയയിൽ. നേരത്തെ ട്രാവലറിൽ പോകുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ആ കുട്ടിയുടെ സിസ്റ്റർ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ പഠിച്ച. അപ്പോൾ ആ കുട്ടിയുടെ കഥകൾ ഇങ്ങനെ കുറേ ഞാൻ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ. ആങ്ങളെയും പെങ്ങളും പോലീസുകാരാട്ടോ. 2 ആളും കൊയിലാണ്ട് കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് വേറെ ഇങ്ങോട്ടോ ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ട്. ഏതായാലും എൻ്റെ നാട്ടിലുള്ള കല്യാണത്തിന് ഞാൻ പോയില്ല എന്ന് പറഞ്ഞാലും മോശമാണ്. നോക്കട്ടെ, ആലോചിച്ച് നോക്കട്ടെ പോട്ടോന്ന് എങ്ങനെയാണെന്നൊക്കെ. ഏതായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഈ ഒരു കാര്യം അറിയുന്നത്. ഏതായാലും ഡ്രസ്സിൻ്റെ കാര്യം ആദ്യം ഒന്ന് പോയി നോക്കട്ടെ, ബാക്കി പിന്നെയല്ലേ. ഓക്കെ, പെട്രോൾ അടിക്കണം ഗൈസ്. ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഏതായാലും അടിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് തോനങ്ങ് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. മുന്നോട്ടാക്കണോ?
3000. നമ്മൾ കുറേ ചിക്കൊക്കെ അടിക്കാറുണ്ട്. ബ്ലിങ്ക് ചെയ്ത് ഏതായാലും അടിക്കണം. അപ്പം പിന്നെ അങ്ങ് അടിച്ചേക്കാം. ആ 3000. ചേച്ചി വീഡിയോ പിടിക്കവര് രൂപക്ക് ഇത്ര ലിറ്ററാണ്? 30 രൂപ 29.85. അല്ല 28, സോറി 28.35. ആ ചേച്ചി ഓക്കെ. അപ്പോൾ 3000 രൂപക്ക് 28 ലിറ്ററും 35 മില്ലി. അവിടെ ഒരു ഷോപ്പുണ്ട് മോനെ, ഗീതയിലെ പോയി നോക്കല്ലേ, ഗീതയിൽ പോയി നോക്കല്ലേ. അപ്പം അങ്ങനെയാണ്. ഫുള്ളായിട്ടുണ്ടാവില്ല കേട്ടോ. ഏകദേശം ഒരു 4000 രൂപയുടേതാണ് ഫുൾ ടാങ്ക് വരിക. ഇത് ഫുൾ ടാങ്കിന് ഒരു കട്ട ബാലൻസ് കിടക്കുന്നുണ്ട്. പക്ഷെ റണ്ണിങ് വരുന്ന സമയത്ത് ചിലപ്പോൾ ഫുൾ ടാങ്ക് കാണിക്കുകയും ചെയ്യും കേട്ടോ. അപ്പം ഇങ്ങനെ കുറേശ്ശെ പൈസക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കുന്നതിനെക്കാട്ടും നല്ല നമുക്ക് ഒരുമിച്ച് അങ്ങ് അടിച്ചാൽ പ്രശ്നം തീർന്നല്ലോ. അയ്യോ ജസ്റ്റ് മിസ്. ഒരു ബൊലേനോൻ്റെ ബാക്കിൽ ഫോട്ടോഷോ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് നേരെ ഗീതയിലേക്ക്. ഓക്കെ ബൈ. നേരെ ചെന്ന് കയറിയത് ശോഭികൻ്റെയൊക്കെ കുറച്ചും കൂടി ഒരു താഴെയായിട്ട് എന്ന് പറയാൻ പറ്റില്ല. ശോഭിക കഴിഞ്ഞതിന് ശേഷം ഗീത എന്ന് പറയുന്നൊരു ടെക്സ്റ്റൈൽസ് ഉണ്ട്, അവിടെയാണ് പോയത്. ഇതൊക്കെ എന്ന് വെച്ചാൽ മുമ്പേ പഴയ കാലത്തെ ഉള്ള ടെക്സ്റ്റൈൽസ് ആട്ടോ. അവരൊന്ന് പുതുക്കി പണിത് വേറെ സ്ഥലത്തേക്കാക്കി എന്നേ ഉള്ളൂ. പക്ഷേ ഞാനിവിടെ വന്നിട്ട് 17 കൊല്ലമായി. അന്ന് തൊട്ടിട്ട് ഞാൻ ഗീതയിൽ പോകുന്നതാണ്. അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ എനിക്ക് ഗീത ഇഷ്ടമല്ല. പക്ഷേ കളക്ഷൻ ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് വീണ്ടും കയറി പോകുന്നതാണ്. ഗീതക്കൊരു കുഴപ്പമില്ല കേട്ടോ. ഗീതയിലെ സ്റ്റാഫുകൾക്കാണ് കുഴപ്പം. സ്റ്റാഫുകളുടെ പെരുമാറ്റം കാണുമ്പോൾ ഇട്ടെറിഞ്ഞ് പോവാൻ തോന്നും. അങ്ങനത്തെ ഒരു രീതിയിലുള്ള സ്റ്റാഫുകളാണ് ഗീതയിലുള്ളത്. ശരിക്കും എനിക്ക് ഇവിടുന്ന് ദേഷ്യം പിടിച്ചു പോയിട്ടോ. അവരൊരു സാധനം എടുത്തിട്ട് കാണിച്ചു തരുന്നില്ല. ഒന്നാമത് അവർക്ക് പോകാനുള്ള ടൈമായിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ടാണോന്നറിയില്ല, ഒറ്റൊന്നും അങ്ങോട്ട് അവർക്ക് ഇടാനൊരു അവിടെ നിന്ന് എനിക്ക് ഇഷ്ടമായി എന്ന് പറയാൻ പറ്റിയ ഒരു ചുരിദാർ ഇതാണ്. ഒരു 2500 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. പക്ഷേ നമ്മുടെ ബോട്ടത്തിന് തീരും ഇറക്കല്ല. എന്നുള്ളതല്ല, നമ്മൾ ഹീൽസ് ഇടുന്ന സമയത്ത് വളരെ ബോറായിട്ട് തോന്നും. അതുകൊണ്ടാണ് പിന്നെ അത് വേണ്ടാന്ന് വെച്ചത്. പക്ഷെ അവർ ഭയങ്കര ആണുങ്ങളെടുത്തോളി എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു കംഫർട്ടായിട്ട് തോന്നാത്തതുകൊണ്ട് എടുത്തില്ല. ഗൈസ്, ഗീതയിലാണ് പോയത്. സ്റ്റാഫൊക്കെ ഇട്ട് തരണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ചില ഷോപ്പ് കയറിയാൽ അങ്ങനെയാണ്. സ്റ്റാഫുകൾ മടക്കണ്ടേന്ന് വിചാരിച്ചപ്പോൾ അവർക്ക് പോകാനുള്ള ടൈം കൂടിയാണ്. ഇനി ഒരു പക്ഷെ അതായിട്ടാണോ എന്നറിയില്ല. ഗീതൻ്റെ മുതലാളി കാണുകയാണെങ്കിൽ മുതലാളി സ്റ്റാഫുകൾ പറ്റിയ പോയിച്ച. ഇന്നലെ ശോഭികയിലെ സ്റ്റാഫ് എൻ്റെ പുറകെ നടന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്തിരുന്നു. അത് മാനേജർ വയ്യാൻ പറഞ്ഞിട്ടാട്ടോ. എന്നാലും
നമുക്ക് വില കിട്ടുന്നിടത്ത് വേണ്ടേ നമ്മൾ പോവാൻ. ചേട്ടാ ഒരു സെക്കൻഡ്. അപ്പോൾ ഇവിടെ വേറൊരു ഷോപ്പുണ്ട്, അവിടെയും കൂടി നോക്കിയിട്ട് ഞാൻ കിട്ടിയിട്ടില്ല. ഞാൻ നേരെ ഇവിടെ ഉണ്ടോന്ന് നോക്കട്ടെ. ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഞാൻ എടുക്കും, ഇല്ലെങ്കിൽ എടുക്കില്ല. ഈ ഷോപ്പിലേക്ക് കയറിയപ്പോൾ എനിക്ക് ആദ്യം കണ്ണ് കുരുങ്ങിയൊരു ചുരിദാറായിട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അനാർക്കലി മോഡൽ. പക്ഷേ എനിക്ക് പറ്റുന്ന സൈസ് അവിടെ ഇല്ല കേട്ടോ. ഏതൊരു ഷോപ്പ് കയറുമ്പം എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് പറ്റുന്ന സൈസ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പം തൻ്റേതല്ലാത്ത കാരണവശാൽ കുറച്ച് തടി വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരൊറ്റ കാരണം കൊണ്ട് എനിക്കിപ്പോൾ എവിടെയും സൈസ് കിട്ടും. തടി വെച്ചാൽ ഇത്രയും ബുദ്ധിമുട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുന്ന ചില മൊമെൻറ്റുകളൊക്കെ ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു സംഭവമാണ്. ഏതായാലും എത്രയും പെട്ടെന്ന് തടി കുറയ്ക്കണം, അതാണ് ഇനി എൻ്റെ ഏക തീരുമാനം എന്ന് പറയുന്നത്. അടുത്ത പരിപാടി. അങ്ങനെ നേരെ വുമൺസ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത ഷോപ്പിൽ, ഗീതയുടെ തൊട്ടടുത്താണ്. ഇവിടെ കയറി അപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട്, സദാ ചുരിദാറും കാര്യങ്ങളൊക്കെ ആയിട്ട്. എനിക്ക് പറ്റുന്നതിന് ഒരുപാട് പ്രൈസ്, ഒരു 3500 4500 ഈ ഒരു റേഞ്ചിലേക്കൊക്കെ ഉള്ള. എനിക്ക് അത്രയൊന്നും വേണ്ട എന്നുള്ളൊരു നിലപാടിലായിരുന്നു ഞാൻ. കാരണം ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് പിന്നെ അത് അവിടെ എവിടെയെങ്കിലും മൂലയിൽ കിടക്കുക ചെയ്യാം. അതുകൊണ്ട് അത്ര പ്രൈസിലുള്ളത് എനിക്ക് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഇവിടുന്ന് കുറേ തപ്പി എന്ന് പറയാൻ ഒരുപാട് സമയം അവിടെ നിന്നിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ സ്റ്റാഫ് ആയതുകൊണ്ടാണ് എന്നോട് നീ ഇറങ്ങിപ്പോടി എന്ന് പറയാതിരുന്നത്. പിന്നെ എൻ്റെ ഒരു കമ്പനിക്കാരനും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനോടുള്ളത് കൊണ്ട് പിന്നെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് തന്നെ എടുക്കാമെന്ന് കരുതി തപ്പിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെല്ലാം കൂടിയും തപ്പലിനൊരു വിരാമം എന്ന് പറഞ്ഞത് പോണം. ഞാൻ തപ്പി കണ്ടുപിടിച്ചതൊന്നാണ് ഈ കാണുന്ന ഓറഞ്ച്. പക്ഷേ ഇതിൻ്റെ നെക്കൊന്നും എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. പക്ഷേ നല്ല ഹെവി വർക്കാണ്, 2500 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടമായി. അങ്ങനെ ഞാനൊരു ഫോട്ടോ എടുത്ത് എൻ്റെ സിസ്റ്ററിന് അയച്ചു കൊടുത്തു, അരുണിന് അയച്ചു കൊടുത്തു. രണ്ടുപേർക്കും ഇഷ്ടമായില്ല. ഇടത്തേക്ക് ഇഷ്ടമാക്കി, പക്ഷേ അരുണിന് ഇഷ്ടമായില്ല. പിന്നെ ഇതെടുത്ത് നോക്കി, ഇതിനാണേ ഷാളില്ല. ഷോപ്പുകാരൻ എന്നെ കളിയാക്കി, തട്ടമിടാത്ത നിനക്കെന്തിനാ തട്ടം എന്ന് ചോദിച്ചിട്ട്. തട്ടമൊന്നു കൈ പിടിച്ചാൽ നമുക്കൊരു സമാധാനമാണല്ലോ. എല്ലാത്തിനും വിരാമം ഇട്ട് ഗായ്സ് 11 ഇങ്ങോട്ട് തപ്പിപ്പിടിച്ചു. ഇവനിങ്ങോട്ട് ഫൈനലി സെലക്ട് ചെയ്തു. അപ്പോൾ ഇവനാണ് ഇനിയുള്ള എൻ്റെ യാത്രയിൽ എൻ്റെ കൂടെ പോരാൻ പോകുന്ന ആൾ എന്ന് പറയുന്നത് ഇവനാണ്. അങ്ങനെ ഗൈസ് സാധനം കിട്ടി. ലാസ്റ്റ് ഫൈനലി കിട്ടൂല എന്ന് വിചാരിച്ചെടുത്ത്. ഞാൻ വൈറ്റ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. വൈറ്റും ഞാനും അങ്ങനെ ചേരൂല, കാരണം ഞാൻ പെട്ടെന്ന് അഴുക്കാക്കും വൈറ്റിൻ്റെ അകത്ത്. അതുകൊണ്ട് വൈറ്റ് ഞാൻ എടുക്കുകയേ ചെയ്യാറില്ല. പക്ഷേ എനിക്ക് വൈറ്റ് ഷാളും പാൻറ്റും ഒക്കെ വരുന്ന ഡ്രസ്സ് ഉണ്ട് താനും കേട്ടോ. ഞാൻ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ പിന്നീട് ഞാൻ അങ്ങനെ വൈറ്റും മേടിച്ചിട്ടില്ല. അപ്പം എന്തായാലും വൈറ്റ് അതിൻ്റെ മൾട്ടി കളറ് ഷാളും ഫ്രണ്ടിലെ ഡിസൈനൊക്കെ കണ്ടിട്ടെടുത്തതാട്ടോ. 2400 ആണ് പ്രൈസ് വരുന്നത്. പക്ഷേ 2200 ആണ് മേടിച്ചത്. 200 രൂപ ഡിസ്കൗണ്ട് ചെയ്ത് തന്നു. അപ്പോൾ ഫങ്ഷനുള്ള സംഭവം കിട്ടി. അതിനാകുമ്പോൾ മൾട്ടി കളർ ഓർണമെൻറ്റ്സ് ഇട്ടാൽ മതി. ഞാൻ ഓർണമെൻറ്റ്സിലൊന്ന് തപ്പി പിടിച്ചങ്ങോട്ട് പോവണ്ട എന്നുള്ളൊരു കാര്യവും കൂടി ഉള്ളത് കൊണ്ടാണ്. ഓറഞ്ചും ഈ വൈറ്റും ഈ രണ്ടെണ്ണമായിരുന്നു ഫൈനൽ ലിസ്റ്റിൽ ഉണ്ടായത്. ഇപ്പം സിസ്റ്റർ പറഞ്ഞു ഓറഞ്ച് എടുത്തോളാൻ പറഞ്ഞു. പിന്നെ ഓറഞ്ച് എനിക്ക് ഇല്ലാത്തൊരു കളറുമാണ്. ഇല്ലാത്ത കളർ എന്ന് പറയാനില്ല, അങ്ങനത്തെ ഒരു കളറിൻ്റെ കയ്യിലുണ്ട് കേട്ടോ, ഇല്ല എന്ന് പറയുന്നില്ല. അപ്പം പിന്നെ ഷോപ്പിലുള്ള പയ്യനും പറഞ്ഞ് വീഡിയോസിലൊക്കെ ഭംഗി ഇതായിരിക്കും ഉണ്ടാവുക, ഇതെടുത്തോളി എന്ന് പറഞ്ഞു. പിന്നെ ഓളോട് വിളിച്ച് വീഡിയോ ഒക്കെ അയച്ചു കൊടുത്ത് ഓളെ ഫൈനൽ ഇത് ഓള് പറഞ്ഞിട്ടാട്ടോ ഇന്ന് പോകുന്നത്. അതുകൊണ്ട് മാത്രം ഓളെ വിളിച്ചിട്ട് അതൊക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ പിന്നെ വൈറ്റ് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഷോപ്പിൽ
ഷോപ്പിംഗ് വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. കുട്ടി വ്ളോഗ് എന്ന് പറയാം. ഇന്നൊരുപാടൊന്നുമില്ല. 2 ഷോപ്പ് കയറി, ഒന്ന് ഗീതേ കയറി, ഒന്ന് ഇവിടെയും കയറിയെന്നേ ഉള്ളൂ. സംഭവം കിട്ടി. അപ്പം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഫുഡ് വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ അരുണ് ഹോട്ടലിൽ നിന്ന് മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പം ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം.